ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. സാമാന്യം നല്ല അനുഭവം സമ്മാനിക്കുന്ന ഒരു എക്സിബിഷനാണ് കോഴിക്കോട്ടെ സ്വപ്നനഗരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറൈൻ എക്സ്പോ. ആഴക്കടലിലെ അപൂർവ മത്സ്യങ്ങളുടെ ഒരുപാട് ശേഖരണങ്ങളുണ്ട് അവിടെ. ദൈവത്തിൻ്റെ അപൂർവമായ സൃഷ്ടിപ്പുകളെക്കുറിച്ച് കാണാൻ കഴിയുക എന്ന അത്യപൂർവ സന്ദർഭം കൂടിയാണ് അവിടെ ചിലവഴിച്ചാൽ ഏതൊരാൾക്കും കിട്ടുക. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ വിനീതനും കുടുംബവും അത് സന്ദർശിക്കുകയുണ്ടായി. എനിക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അതിനെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളൂ. 120 രൂപ ടിക്കറ്റ് കൊടുത്ത് കയറിയാൽ ആ പണം മുതലാകും. അത്രക്കുണ്ട് മത്സ്യങ്ങളുടെ വൈവിധ്യം. അതിൻ്റെ സംഘാടകരായ DQF ഏജൻസി 10 കോടി രൂപയോളം മുതൽ മുടക്കിയാണ് ഇത്തരമൊരു എക്സ്പോ അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പരമാവധി ആളുകൾ എത്തിയാൽ മാത്രമേ അവർക്ക് മുതൽ മുടക്കെങ്കിലും തിരിച്ചു കിട്ടുകയുള്ളൂ. ഈ മുതൽ മുടക്കിന് അപ്പുറമായിരിക്കും കൈമണിയും കിമ്പളവും രാഷ്ട്രീയ പാർട്ടികളെ സന്തോഷിപ്പിക്കലുമൊക്കെ. അതിൻ്റെ ബുദ്ധിമുട്ട് ഏതൊരു സംഘാടകരാണോ അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. ഇവിടെ ഇത്തരത്തിൽ ഭീമമായ സംഭാവന ചോദിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി ആ സംഭാവന നൽകിയില്ലെങ്കിൽ ആ എക്സ്പോ കത്തിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. ചോദിച്ചത് ആരാണെന്നല്ലേ? BJPയുടെ കോഴിക്കോട്ടെ നേതാക്കൾ. ഒരാൾ സംസ്ഥാന കമ്മിറ്റി അംഗവും മറ്റൊരാൾ കോഴിക്കോട്ടെ നോർത്ത് മണ്ഡലം സെക്രട്ടറിയും. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളാണ് ഇതെന്ന് നോക്കണം. നോക്കുകൂലി, ഗുണ്ടാപ്പിരിവ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പണ്ട് കാലത്ത് സിനിമകളിലൊക്കെയായിരുന്നു ഇത്തരം സീനുകൾ ഉണ്ടായിരുന്നത്. കത്തിയും കയ്യിലേന്തി എടുക്കടാ പണമെന്ന് പറയുന്ന ഗുണ്ടകൾ നിത്യ കാഴ്ചകളായിരുന്നു ആ കാലഘട്ടത്തിലെ സിനിമകളിലൊക്കെ. അത് പിന്നീട് ചില നാട്ടുചന്തകളിൽ ചട്ടമ്പിമാർ ഏറ്റെടുത്തു. എന്നാൽ പിന്നീട് അത് രാഷ്ട്രീയ പാർട്ടികളിലേക്കും കടന്നു വന്നു. ചില രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുന്നത് കൊടുത്തില്ലെങ്കിൽ അവരെ സമാധാനത്തോടെ പ്രവർത്തിക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ സമ്മതിക്കില്ല. സിനിമയിലെ ചട്ടമ്പിയുടെ വേഷം ബർമുട കാണിച്ചുകൊണ്ട് കള്ളിമുണ്ടെടുത്ത് കഴുത്തിലൊരു ടവലും പാതി ബട്ടൺസുകളും മാത്രമിട്ട കൊമ്പൻ മീശയുള്ള ആളാണെങ്കിൽ ഇവിടെ മനോഹരമായ വെള്ളയും ഇട്ട പുഞ്ചിരിക്കുന്ന മുഖവുമായി നടക്കുന്ന രാഷ്ട്രീയക്കാരാണ് വില്ലന്മാർ. ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ അങ്ങ് പറയും. കൊടുത്തില്ലെങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവരുണ്ടാക്കും. അത് സഹിക്കേണ്ട എന്ന് കരുതി പലരും ചോദിക്കുന്നത് കൊടുക്കും. ആദ്യം ഒന്ന് വില പേശി നോക്കും. അതിൽ വീണില്ലെങ്കിൽ ചോദിക്കുന്നത് തന്നെ കൊടുക്കും. ഇനി ചോദിച്ചവ തന്നെ കൊടുത്തില്ലെങ്കിൽ ഭീമമായ പാസുകൾ വാങ്ങി ഇഷ്ടക്കാർക്ക് കൊടുക്കുകയാണ് ഇത്തരം കുട്ടി നേതാക്കളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയൊക്കെ പതിവ് രീതി. ചിലപ്പോൾ 200, 300, 500 ഒക്കെ പാസ് വാങ്ങിയിട്ടായിരിക്കും ഇവർ സ്വന്തം പാർട്ടിക്കാർക്ക് കൊടുക്കുക. ഒരു കുട്ടി നേതാവ് തൻ്റെ അനുയായികളെ ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി നേടിയ പാസുകൾ തൻ്റെ അനുയായി വൃന്ദങ്ങൾക്കും കുടുംബങ്ങൾക്കും കൊടുത്തുകൊണ്ടാണ്. കുടുംബസമേതം ഒരു സ്ഥലം സന്ദർശിക്കാൻ അവസരമൊരുക്കിയ നേതാവിനോട് ആ പ്രവർത്തകർക്കും ഏറെ പ്രിയമുണ്ടാകും. ഇതൊക്കെ നടക്കുമ്പോൾ തന്നെയാണ് ഒന്നും രണ്ടുമല്ല 25 ലക്ഷം രൂപ വേണമെന്ന് BJPയുടെ നോർത്ത് മണ്ഡലം നേതാക്കൾ സംഘാടകരോട് ആവശ്യപ്പെടുന്നത്. തരില്ലെന്നായി സംഘാടകർ, തന്നില്ലെങ്കിൽ കത്തിക്കുമെന്നായി BJPക്കാർ. ഇതേ തുടർന്ന് സംഘാടകർ പോലീസിൽ പരാതിയും നൽകി. എന്നാൽ ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയോ എന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ എടുക്കുകയോ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുമില്ല. BJP സംസ്ഥാന നേതൃത്വത്തിനും പരാതി നൽകി. BJP സംസ്ഥാന നേതൃത്വവും പരാതിയിന്മേൽ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന് മാത്രമല്ല അനങ്ങിയിട്ടില്ല. ഇനി ഈ പണവിഹിതം അവിടേക്കും എത്തേണ്ടതായിരുന്നുവോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും ഒക്കില്ല. അല്ലായിരുന്നുവെങ്കിൽ ഇത്തരമൊരു പരാതി ഉയർന്ന അപ്പോൾ തന്നെ അവർക്കെതിരെ BJP നടപടി എടുക്കേണ്ടതായിരുന്നു. കോഴിക്കോട്ട് എന്ത് പരിപാടി നടത്തിയാലും ഇവർക്ക് കൈമണി കൊടുക്കണം എന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇതേ ആരോപണം എമറാൾഡ് ഗ്രൂപ്പ് നടത്തിയ ഒരു പ്രോഗ്രാമിലും ഇവർ ഈ പോക്കറ്റ് മണിയുമായി ചോദിച്ചു ചെന്നു എന്ന് അവർ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് ട്രേഡ് സെന്റർ, അവിടെ പലതരത്തിൽ പല ബിസിനസ്സുകാരും പല സംഘാടകരും പല പ്രായോജകരും ഒക്കെ അവിടെ പലതരത്തിലുള്ള എക്സ്പോകൾ സംഘടിപ്പിക്കാറുള്ളതാണ്, പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുള്ളതാണ്. അവരോടൊക്കെ പലതരത്തിൽ ഇവർ ഇത്തരത്തിൽ പണം ചോദിച്ച് ചെന്നിട്ടുണ്ട് എന്ന് കാലിക്കറ്റ് ട്രേഡ് സെന്റർ ഉടമകളും ഇതേ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കലല്ല,
എല്ലാ സംഘാടകരും കോർപ്പറേറ്റുകളാണെന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട BJP. കോർപ്പറേറ്റുകൾ ഇഷ്ടം പോലെ കയ്യിലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അവരുടെ കയ്യിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും പണമുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നതാണ് പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഇടപെടേണ്ട രീതി എന്ന് പറയുന്നത്. ഇനി ഈ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്ക് വിഹിതങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ലെവിയെങ്കിലും കൊടുക്കാൻ സംസ്ഥാന കമ്മിറ്റി തയ്യാറാവണമെന്നാണ് വിനീതമായിട്ട് എനിക്ക് ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അവരൊക്കെ പാർട്ടിക്ക് ഫണ്ട് പലതരത്തിലും പാർട്ടി ഫണ്ടുകൾ സ്വരൂപിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. കോഴിക്കോട് നോർത്ത് മണ്ഡലം പോലെയുള്ള നഗരപ്രദേശത്ത് BJP ഫണ്ട് കണ്ടെത്തുന്നത് ഇങ്ങനെയൊക്കെയാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെയൊക്കെയാണ് എന്ന് പറയും. രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ സ്വീകരിക്കുന്നൊരു നിലപാടുണ്ട്. മുൻപ് ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥനെ പാകിസ്ഥാൻ കസ്റ്റഡിയിൽ വെച്ചപ്പോൾ പാകിസ്ഥാൻ വിരുദ്ധ ക്യാമ്പയിൻ BJP വ്യാപകമായി നടത്തി. കോഴിക്കോട്ടും നടന്നു. അന്നും ഇതേ കോഴിക്കോട്ട് നോർത്ത് മണ്ഡലത്തിലെ ചില ഭാരവാഹികൾ വർഷങ്ങളായി കോഴിക്കോട്ട് പ്രവർത്തിച്ചു വരുന്ന ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഭക്ഷണപ്രേമികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയായിട്ടുള്ള കറാച്ചി ഹോട്ടൽ അത് അടപ്പിക്കുവാൻ മുന്നോട്ട് വരുന്നൊരു സന്ദർഭം ഉണ്ടായിരുന്നു. കറാച്ചി എന്ന പേര് ഈ സാഹചര്യത്തിൽ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ ഈ ഹോട്ടലിൽ എത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവം വരെ അരങ്ങേറി. ഇത് വലിയ വാർത്തയായിരുന്നു അന്ന്. ഓരോ വിഷയങ്ങളും പരിഹരിക്കണമെങ്കിൽ പണം വേണമെന്ന ആവശ്യത്തിലേക്കാണ് അവസാനം എത്തിച്ചേരുക. അതിനായി ഓരോ വിഷയവും ഇവർ തന്നെ ഉന്നയിക്കും, അവർ തന്നെ പരിഹാരവും നിർദ്ദേശിക്കും. പരിഹാരം അത് പണം മാത്രമായിരിക്കും എന്നതാണ് ഇതിന് ഏറ്റവും വലിയ വിചിത്രം എന്ന് പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിച്ച് മാത്രം പറയുന്നതല്ല, പല രാഷ്ട്രീയ പാർട്ടികളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ കോഴിക്കോട്ടങ്ങാടിയിൽ BJPയെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കുറച്ചധികമാണ് എന്ന് പറയുന്നതിൽ തർക്കമൊന്നുമില്ല. പലരും ഇത് ഇവിടെ തുടർന്ന് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ ഷോ നടത്തിപ്പുകാരോട് 25 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ കത്തിച്ചു കളയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ആരാണ്? നാടുവാഴികളോ? നിങ്ങളനുസരിച്ച് പേടിച്ച് ജീവിക്കാൻ ഇതെന്താണ് വെള്ളരിക്ക പട്ടണമോ? ഇത് കോഴിക്കോടാണ്. ഒരു ഉഡായിപ്പും വേവാത്ത കോഴിക്കോട്. നിങ്ങൾ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. അവർ അവരുടെ ബിസിനസ് നടത്തട്ടെ. അവരുടെ കഴിവിനനുസരിച്ച് അവരെന്തെങ്കിലും നിങ്ങളുടെ പാർട്ടിക്ക് സംഭാവന നൽകിയാൽ അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അതിനപ്പുറമുള്ള ഒന്നിനെയും കോഴിക്കോട്ടുകാർക്ക് സ്വീകാര്യമല്ല, സ്വീകരിക്കുകയുമില്ല.